നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന റോട്ടർ മെഷീൻ, കട്ടർ മെഷീൻ, അങ്ങനെ എല്ലാം ഒട്ടുമിക്ക മെഷീൻ ചെറിയ രീതിയിൽ സ്പാർക്ക് വരാനും അതിൻ്റെ ഒരു സ്പീഡിനെ ബാധിക്കുന്ന രീതിയിൽ സ്പീഡ് കുറയാനും ഒക്കെ ഉള്ള ചെറിയൊരു കാരണം നമ്മൾ അതിൻ്റെ കാർബണിൽ അഴുക്കുണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യുക. കാർബൺ ഉറങ്ങി അഴുക്ക് വരുന്ന സമയത്ത് മെഷീൻ ഒരുപാട് കാർബൺ കത്തിപ്പോകാനും സ്പീഡ് കുറയാനും അവൻ്റെ പവറിനെയൊക്കെ ബാധിക്കാറുണ്ട്. അപ്പോൾ കൂടെ അതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ ഇതാണ്. നല്ല രീതിയിൽ സ്പാർക്ക് വരുന്നുണ്ട്, നല്ല രീതിയിൽ ക്ലാവ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ കാർബൺ മാറ്റി വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ക്ലാവ് ഇരിക്കുന്നത് കൊണ്ട് സ്പീഡിനെ ബാധിക്കാനും ഇട്ടേക്കുന്ന കാർബൺ നല്ല രീതിയിൽ സ്പാർക്കായി കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വാട്ടർ പേപ്പറിൻ്റെ നൈസ് വാട്ടർ പേപ്പറിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പോരാത്ത രീതിയിൽ അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ പോകും. അധികം കാർബൺ ഉറഞ്ഞ് തീരത്തുമില്ല. അപ്പം കുറച്ച് പവർ നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനൊരു ചെറിയ വാട്ടർ പേപ്പറിൻ്റെ ഒരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തോതിൽ ഇന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പിടിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണം വരും. ഇത് ചെറിയ അറിവാണ്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഒരുപാട് മാറ്റമുണ്ട്. കാർബൺ ക്ലീൻ ചെയ്ത് ആർമിഷൻ അടുത്തൊന്നും മാറിയിട്ടുണ്ട്, കാർബൺ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് എൻ്റെ ചെറിയ മെത്തേഡ്. നിങ്ങളടിക്കുന്ന ഏത് മെഷീനായാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കുക. ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത്യാവശ്യം നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയി വെറുതെ സമയവും പൈസയും കളയണ്ട. നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.